പക്ഷെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ പോവുകയാണ്. ഇപ്പൊ പലരും പറയുന്നു ബലൂചിസ്ഥാൻ ഇന്ത്യ പറ്റിച്ചു, ഇന്ത്യ ചതിച്ചു. കാരണം യുദ്ധം നീണ്ടു നിന്നാൽ മാത്രമേ ബലൂചിസ്ഥാന് പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് അവർക്ക് സ്വതന്ത്രരാകാൻ കഴിയൂ. പക്ഷെ അങ്ങനെയല്ല. യുദ്ധം തീർന്നാലും ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിക്കും. ഇന്ത്യയാണ് സഹായിക്കുന്നതെങ്കിൽ അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയാൽ പാകിസ്ഥാൻ ഒരു എന്താ പറയുക, ഈ കാറ്റുപോയ ബലൂണ് പോലെ ആകും എന്നാണ് പലരും പറയുന്നത്. അത് സത്യമാണോ? അത് സത്യമാണ്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളുടെ ഒരു കേന്ദ്രമാണ്. പല തരത്തിലുള്ള മിനറലുകളൊക്കെ അവർക്ക് അവിടെ നിന്ന് ഖനനം ചെയ്യാനായിട്ട് കഴിയുകയും പാകിസ്ഥാൻ്റെ സാമ്പത്തികമായിട്ടുള്ളൊരു നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് പാകിസ്ഥാനിൽ നിന്ന് വിമോചനം നേടാൻ ആഗ്രഹിക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു കാരണവശാലും അതിന് സമ്മതിക്കാതിരിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രത്തിന് ആഭ്യന്തര കാര്യങ്ങളിൽ സാധാരണ രീതിയിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമുണ്ട് എന്താ? ഇല്ല, നമ്മൾ ഇടപെടാൻ പാടില്ല. അതാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. പക്ഷേ പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുക, നമ്മൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക, വലിഞ്ഞു കയറി വരുന്ന ഭീകരർക്ക് നമ്മളെ ആക്രമിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതിന് ട്രെയിനിങ് സെൻറ്ററുകൾ തുടങ്ങുക. ഇങ്ങനെയൊക്കെ ഒരു ഭീകര നിർമ്മിതിയുടെ രാഷ്ട്രമായിട്ടത് മാറുകയാണ്. ഭീകരരാഷ്ട്രം എന്നതിനെ ആരും വിശേഷിപ്പിക്കുന്നില്ലെങ്കിൽ തെമ്മാടി രാഷ്ട്രം എന്ന് നമ്മൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വിശേഷിപ്പിച്ചതാണ്. അതിൻ്റെ കാരണം ഇതാണ്. അപ്പം ഇങ്ങനെ അയൽപക്കത്തുള്ള ഒരു രാഷ്ട്രം നമ്മൾ ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് നമ്മുടെ മിലിറ്ററി പോളിസി, നമ്മുടെ പൊളിറ്റിക്കൽ പോളിസി എന്തായിരിക്കും? നമ്മുടെ പൊളിറ്റിക്കൽ പോളിസിയും നമ്മുടെ മിലിറ്ററി പോളിസിയും ആ രാഷ്ട്രത്തെ അതിനകത്തുള്ള ശക്തികളെ കൊണ്ട് ഇതിനെ ദുർബലപ്പെടുത്താനായിട്ട് കഴിയുമോ എന്ന് പരിശോധിക്കില്ല. അങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പല ഘട്ടങ്ങളിലും നമുക്ക് ഇവരുടെ കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം, പാകിസ്ഥാൻ നേരത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി ഒറ്റ രാഷ്ട്രമായിരുന്നു. പക്ഷേ നമ്മളുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത് അവിടെ അവർ തമ്മിൽ സംഘർഷമുണ്ടായ സമയത്ത് നമ്മളൊരു സംഘത്തെ സഹായിച്ചു, ബംഗ്ലാദേശിനെ സഹായിച്ചു. കോടിക്കണക്കിന് രൂപ നമുക്ക് നഷ്ടം വന്ന ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്യാൻ കാരണം രാഷ്ട്രീയമായിട്ട് അത് ശരിയാണ്. കാരണം നമ്മളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഒരു ശത്രു രണ്ടായി പിളരുന്നത് നമുക്ക് കൂടുതൽ സ്വസ്ഥതയും അതേപോലെ തന്നെ സുരക്ഷിതത്വം നൽകുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അന്ന് ഇന്ദിരാഗാന്ധിയാണ് ആ കാര്യത്തിൽ ഇടപെട്ട് അതിനെ ഒരു തീർപ്പ് കൽപ്പിച്ച് അങ്ങനെ ബംഗ്ലാദേശ് ഉണ്ടായി. പാകിസ്ഥാൻ ദുർബലപ്പെട്ടു. ഇപ്പോൾ മോദിയുടെ ഒരു കാലത്ത് മോദിക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA എന്ന് പറയുന്നതിന് കഴിയുന്നത്ര സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്കൽ ടാക്ടിക്സാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഒപ്പം തന്നെ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയാണ്. കാരണം ശത്രുവിനോട് നമുക്ക് അവർ ശത്രുക്കളാണ്, അവർ എപ്പോഴും നമുക്ക് കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരായിട്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. യുദ്ധം ചെയ്യാൻ പോലും ശേഷിയില്ലാത്ത തരത്തിലേക്ക് അവരെ ഛിന്ന ഭിന്നമാക്കാനായിട്ട് അവരുടെ ഇടയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇതുവരെയായിട്ടും ഏറ്റെടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അജ്ഞാതൻ, അത് സ്പൈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ചാരന്മാരായിരിക്കും, ചാരന്മാർ. ഈ ചാരന്മാർ പലപ്പോഴും അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. കാരണം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അവരുടെ ചാരന്മാരെ പറഞ്ഞയക്കാറുണ്ട്. ചിലപ്പോൾ പെണ്ണിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ആണിൻ്റെ രൂപത്തിലായിരിക്കും. എങ്ങനെയാണ് അവിടുത്തെ ഭരണാധികാരിയെ മയക്കാനും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കാനായിട്ട് ആരാണ് പോകേണ്ടത്, പെണ്ണ് പോകണോ ആണ് പോകണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള ആളുകളെ സാധാരണ രാഷ്ട്രങ്ങൾ പറഞ്ഞയക്കാനാണ്. നമ്മൾ ചാരക്കേസുകളൊക്കെ പരിശോധിച്ചാൽ ആ ചാരക്കേസുകളിലൊക്കെ ചാരസുന്ദരിമാർ ധാരാളം ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഇതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നമ്മളുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടണം. ചാരപ്രവർത്തനങ്ങളൊക്കെ ചാരപ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരിക്കലും വെളിപ്പെടാറില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഈ ചാരന്മാർ അവരുടെ നല്ല കാലത്തെ പ്രവർത്തനങ്ങൾ അയവിറക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ എന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന. അല്ലെങ്കിൽ ചാരന്മാർ പിടികൂടപ്പെടണം.
ശത്രു രാജ്യത്ത് വെച്ച് ചാരന്മാർ പിടികൂടപ്പെട്ടാൽ ആ കഥകളൊക്കെ പുറത്തു വരും. അതല്ലാത്ത രീതിയിൽ ആണോ കാര്യങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെ അറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ബലൂചിസ്ഥാനിൽ ഇന്ത്യ ഇടപെടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു കാര്യം അകന്നു നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് എൻഡിൽ നിന്ന് പരിശോധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പോളിസിക്കകത്ത് നിന്ന് പരിശോധിക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ശത്രുവിനെ നേരിട്ടടിച്ച് പരാജയപ്പെടുത്തുന്നതിന് പകരം ശത്രുവിനെ സ്വയം തമ്മിൽ തല്ലി തകരുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് മിക്കവാറും ബലൂചിസ്ഥാൻ ലിബറലേഷൻ ആർമിക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതങ്ങനെ സംഭവിക്കണം. ഇപ്പോൾ നേരത്തെ ഒരു കാര്യം തന്നെ സൂചിപ്പിച്ചു, എന്തോ പറഞ്ഞത്, നമ്മൾ യുദ്ധം നിർത്തിയപ്പോൾ ബലൂചിസ്ഥാനിലെ ലിബറലേഷൻ ആർമിയെ പറ്റിച്ചു എന്ന് ചില ആൾക്കാർ പറയുന്നു. അതിലൊരു കഥയില്ല. നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയല്ലേ യുദ്ധം ചെയ്തത്. പഹൽഗാമിലെ ഭീകരപ്രവർത്തനത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ അടുക്കളയിൽ കയറി അടിച്ചവനെ അടിച്ച് പപ്പടമാക്കി, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അതിൽ പിന്നെ ബലൂചിസ്ഥാനോ കിലീജിസ്ഥാനോ ഒന്നുമില്ല. അത് നമ്മളൊരു ജോലിയായി ചെയ്തു, അത് പൂർത്തീകരിച്ചു, നമ്മളതിൽ വിജയിച്ചു. ബലൂചിസ്ഥാന് സഹായം ഇനി ചെയ്യണോ മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണ്. ബലൂചിസ്ഥാൻ അവിടെ ഇങ്ങനെ എപ്പോഴും എന്താണ് ഒരു കാലത്തും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിട്ടെന്ന് വെച്ചാൽ അസംതൃപ്തിയുടെ അല്ലെങ്കിൽ കലാപത്തിൻ്റെ ഒരു നിരന്തര മേഖലയായി ബലൂചിസ്ഥാൻ നിൽക്കുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. ബലൂചിസ്ഥാൻ സമ്പൂർണ്ണമായി വിമോചനം നേടി മറ്റൊരു രാഷ്ട്രം ഉണ്ടാവണമെന്നൊന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനിടക്ക് പള്ളക്ക് കുത്താനായിട്ട് അടുത്ത് തന്നെ ഒരാൾ വേണം എന്നേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ബലൂചിസ്ഥാൻ ആണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നേ കരുതുന്നുള്ളൂ. എന്നുവെച്ചാൽ അവർക്ക് വിമോചിതമായിട്ടുള്ള ഒരു രാഷ്ട്ര സ്വഭാവത്തിലേക്ക് എത്താൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യമല്ല. അപ്പം അതുകൊണ്ട് അവരെ അപ്പോൾ ആ തരത്തിൽ അങ്ങനെ വിമോചിപ്പിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ തലസ്ഥാനം അവരെ കൊറ്റിയൊക്കെ അവർ പിടിച്ചെടുത്തത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം അത് ബലൂചിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഇന്ത്യ ഒപ്പം നിൽക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, നമുക്ക് സൗകര്യമുള്ള രീതിയിൽ നമ്മൾ ആ കാര്യത്തിൽ നിലപാടെടുക്കും. നമ്മളെ നിലപാടെന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാഷ്ട്രം നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വെടിക്കോപ്പുകളുള്ള ഒരു സംവിധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വെടി തീർക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, പഹൽഗാം അക്രമത്തിനെതിരെ പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രതികാരം പൂർത്തീകരിച്ചു, നമ്മൾ പിൻവാങ്ങി. ഇനി വരുന്ന കാര്യങ്ങളെല്ലാം ഭാവിയിൽ രൂപപ്പെടുന്നതായിട്ടുള്ള പുതു സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതിന് നമുക്ക് നമ്മളെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ ബലൂചിസ്ഥാൻ്റെ സ്വതന്ത്ര ആർമി ഉണ്ടല്ലോ, ലിബറലേഷൻ ആർമി എന്ന് പറയും, അവരെ ചിലപ്പോൾ നമ്മൾ സഹായിച്ചെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ബലൂചിസ്ഥാനെ വിമോചിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കും. അതൊക്കെ വരാൻ പോകുന്ന കാലത്തിൻ്റെ സ്വഭാവത്തെ അനുസരിച്ച് തീരുമാനിക്കപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്ത് സംഭവിക്കും എന്നുള്ളത് ആ സാഹചര്യങ്ങൾക്ക് പാകിസ്ഥാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കാം. നമ്മളോട് വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കും. വീണ്ടും മാന്തിക്കൊണ്ടിരുന്നതിൻ്റെ അവനെ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.